ഡോക്ടർ മേരി ജോർജ് ഒപ്പം ചേരുകയാണ്. മാഡം, അങ്ങനെ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി ജൂൺ 15 മുതൽ ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യ 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിൽ പദ്ധതി നടപ്പിലാക്കും. ഇതിൻ്റെ പ്രവർത്തനം വിലയിരുത്തിയ ശേഷമായിരിക്കും മറ്റ് ബസ്സുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുക എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. മാഡം, എങ്ങനെയാണ് ഈ പദ്ധതിയെ നോക്കിക്കാണുന്നത്? ഇത് വിജയകരമാകും? പ്രിയദർശിനി എന്നുള്ള ആ സംജ്ഞ അത് നന്നായി. കാരണം ഇന്ത്യയെ ഭക്ഷ്യസുരക്ഷയിലേക്ക് കൈ പിടിച്ചുയർത്തിയ ഗ്രീൻ റവല്യൂഷന് നാന്ദി കുറിച്ചത് പ്രിയദർശിനി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പേര്, പ്രിയദർശിനി എന്നുള്ള പേരിട്ടത് നന്നായി. പക്ഷേ ഇവിടെ ഈ പദ്ധതി വളരെ ശ്ലാഘനീയമാണ്. എങ്കിൽ പോലും ഇപ്പോഴത്തെ ധനപ്രതിസന്ധി, ഒരു പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യമന്ത്രിയായി 5 വർഷം തുടർന്നതിന് ശേഷം, അതായത് എൻ്റെ പ്രതീക്ഷ ആ സമയം കൊണ്ട് കേരളം സ്വന്തം കാലിൽ നിൽക്കത്തക്ക ഒരു ധനശേഷിയിലേക്ക് എത്തിച്ചേരുമെന്നാണ്. അങ്ങനെ എത്തിച്ചേർന്നതിന് ശേഷം എല്ലാ വനിതകൾക്കും ഈ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കും എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായും കൈയടിക്കുമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് വലിയ ആശങ്കകളുണ്ട്. എനിക്ക് മാത്രമല്ല, ഈ നാട്ടിലെ ഇപ്പോഴത്തെ ധനസ്ഥിതിയെപ്പറ്റി ഏകദേശ രൂപമുള്ള എല്ലാവർക്കും വലിയ ആശങ്കയുണ്ട്. കാരണം ഇപ്പോൾ ഖജനാവ് 5429 കോടി ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്നൊക്കെ പറയുമ്പോൾ എത്രയായിരം കോടിയാണ് പഴയ കടങ്ങൾ കൊടുത്തു തീർക്കാനുള്ളത്. ഉദാഹരണത്തിന് 2021 ശമ്പള പരിഷ്കരണത്തിന് ശേഷമുണ്ടായ DA കുടിശ്ശികകൾ, DR കുടിശ്ശികകൾ. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സദസ്സിൽ പറഞ്ഞതുപോലെ 2017 കോടിയാണ് കാരുണ്യ ബെനവളൻസ് സ്കീമിൻ്റെ, അതിന് കാസ്പ് എന്ന് പേര് മാറ്റിയിരുന്നു LDF ഗവൺമെൻറ്. അതായത് കാരുണ്യ ലോട്ടറി വഴി സമാഹരിച്ച് പാവപ്പെട്ട രോഗികളുടെ ചികിത്സാർത്ഥം 5 പ്രധാനപ്പെട്ട, അതായത് കരളിനെ, കിഡ്നിയെ, ഹൃദയത്തെ ഒക്കെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾക്ക്, വലിയ ചെലവ് ആവശ്യമുള്ള രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ലോട്ടറി പദ്ധതിയാണ് കാരുണ്യ ലോട്ടറി. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഈ പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ വേണ്ടി തുടങ്ങിയ കാരുണ്യ ബെനവളൻസ് സ്കീമിൻ്റെ കാസ്പ് എന്ന് പേര് മാറ്റി LDF ഗവൺമെൻറ്. പക്ഷേ ആ കാരുണ്യ ലോട്ടറി ഈ കഴിഞ്ഞ 2025-26 ധനവർഷത്തിൽ നേടിയത്, ലോട്ടറി വിൽപ്പന വഴിയായിട്ട് നേടിയത്, ആകെ ലോട്ടറിയാണ് ഞാൻ പറയുന്നത്, നേടിയത് 14,494 കോടിയോ മറ്റോ ആണ്. പക്ഷേ അത് മുഴുവനും കാരുണ്യയുടെ അല്ല, ആകെ ലോട്ടറിയുടെ വരുമാനമാണ്. എങ്കിൽ പോലും വലിയ ഭാഗവും കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരാണ്. കാരണം പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ന് വരുമ്പോൾ ലോട്ടറി എടുക്കാൻ താല്പര്യമേ ഇല്ലാത്ത, ഒട്ടും പോലും താല്പര്യമില്ലാത്തവരും അത്തരം ടിക്കറ്റ് എടുക്കും. അതുകൊണ്ടാണ് കാരുണ്യ ലോട്ടറിയാണ് ഇതിലേറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ എത്രയെന്ന് വക തിരിച്ചുള്ള പട്ടിക നമുക്ക് ബജറ്റ് ഇൻ ബ്രീഫിൽ കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്തത്. അപ്പോൾ ആ കാരുണ്യ സിസ്റ്റത്തിൽ തന്നെ, കാസ്പ് സിസ്റ്റത്തിൽ തന്നെ 2017 കോടി കുടിശ്ശിക. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആ കുടിശ്ശിക മൂലം അതുമായിട്ട് ബന്ധപ്പെട്ട കാസ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ, സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, ഇവയെല്ലാം അതിൽ നിന്ന് വിട്ടുപോവുകയാണ്. അപ്പോൾ പാവപ്പെട്ടവർക്ക് ഈ പറയപ്പെട്ട ചികിത്സകൾക്കൊന്നും ഇപ്പോൾ സഹായം കിട്ടാത്ത ഒരവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നറിയാവുന്ന പൊതുജനം തീർച്ചയായിട്ടും എല്ലാവർക്കും സൗജന്യമായിട്ട് ട്രാവൽ സ്ത്രീകൾക്ക് കൊടുക്കുന്നു, പ്രിയദർശിനിയിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ആശങ്കയുണ്ടാകും. ആ ആശങ്കയാണ് ഞാനിപ്പോൾ കാണിച്ചത്. അത് മാത്രവുമല്ല, ഈ കാസ്പിൻ്റെ പോകട്ടെ, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് 476 കോടി കുടിശ്ശിക കിടക്കുന്നു എന്ന് പറഞ്ഞാലോ. അതായത് മെഡിക്കൽ കോളേജുകളിൽ വരുന്ന പാവപ്പെട്ട രോഗികൾക്കെല്ലാമാണ്
അവിടെ നിന്ന് കുറിച്ചു കൊടുക്കുന്ന മരുന്നുകൾ വാങ്ങാനുള്ള സൗകര്യം ഒക്കെ കിട്ടുക. അവർക്ക് മരുന്ന് കൊടുക്കുന്ന, അങ്ങനെ വാങ്ങിച്ചു വയ്ക്കുന്ന പിന്നെ മരുന്നുകളുടെ അങ്ങനെ മരുന്നുകൾ സപ്ലൈ ചെയ്യുന്ന മെഡിക്കൽ കോർപ്പറേഷൻ്റെ സപ്ലയേഴ്സിന് കൊടുക്കാനുള്ളതാണ് 476 കോടി രൂപ കുടിശ്ശിക ഉള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുടിശ്ശിക കിടക്കുന്നു എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൻ്റെ തന്നെ നമുക്കറിയാം. ഒരു രാത്രിയും പകലും കറണ്ട് ഇല്ലാതിരുന്ന, അതായത് മെയിൻ്റനൻസ് ഓപ്പറേഷൻസിന് പണം ലഭിക്കാത്തത് കൊണ്ട് കറണ്ട് ഇല്ലാതിരുന്ന SIT ആശുപത്രിയുടെ കാര്യം നമുക്ക് അറിയാം. അങ്ങനെ എന്തെല്ലാം കേസസ് നമ്മൾ തന്നെ ഈ പിന്നെ ഇതിലൂടെ നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് മെഡിക്കൽ ഭാഗം. അതുപോലെ തന്നെയാണ് ഓരോ വിഭാഗത്തിൻ്റെയും കാര്യം. ആകെപ്പാടെ താളം തെറ്റി, അതായത് ധനപ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ട്രാവൽ സൗകര്യം എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള കാര്യമാണ്. ബജറ്റിൽ പ്രോമിസ് ചെയ്യുമ്പോൾ തന്നെ യുക്തിസഹമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യർക്കറിയാം ഇത് എല്ലാവർക്കും കൊടുക്കാൻ കേരളത്തെ കൊണ്ട് ഇപ്പോൾ പറ്റില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ചില തരംതിരിവുകൾ റേഷൻ കാർഡുകളുടെ ബേസിസിൽ, ഇൻകം ബേസിസിൽ, കിട്ടുന്ന ശമ്പളത്തിൻ്റെ ബേസിസിൽ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം കാണും എന്നായിരിക്കും ഇവരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത്. അതേ സമയത്ത് കിട്ടിയാൽ ആർക്കും സന്തോഷകരവുമാണ്. കാരണം വെറുതെ കിട്ടുക എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ സന്തോഷമാണ്. പക്ഷെ അങ്ങനെ എല്ലാവർക്കും വെറുതെ കൊടുക്കുക എന്ന് പറയുന്നത് നീതിയുള്ള കാര്യമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ബഹുജനങ്ങളിൽ നിന്ന് നികുതിയായിട്ട് പിരിച്ചെടുക്കുന്ന, നികുതിയേതര വരുമാനമായിട്ട് പിരിച്ചെടുക്കുന്ന എല്ലാം പൊതുജനങ്ങൾക്ക് അർഹതപ്പെട്ട, അതായത് ജനസമൂഹത്തിന് അർഹതപ്പെട്ട വരുമാനം തന്നെയാണ് ഏത് വിധത്തിലായാലും കേന്ദ്ര സർക്കാരിൻ്റെ ആകട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ ആവട്ടെ ഖജനാവിലെത്തുന്നത്. അപ്പം അതെടുത്ത് ആർക്കെങ്കിലുമൊക്കെ സൗജന്യമായി കൊടുക്കുമ്പോൾ അത് അർഹതയുള്ളവർക്ക് തന്നെ കൊടുക്കണം എന്നൊരു ചിന്ത, അത് യുക്തിഭദ്രമായി ചിന്തിക്കുന്ന ആർക്കും ഉണ്ടാകാവുന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുകയാണ് സാർവത്രികമായി പ്രിയദർശിനി പദ്ധതി നടത്തുന്നതിൽ അപാകതയുണ്ട്. തീർച്ചയായിട്ടും അതിൽ റീതിങ്കിങ് നടത്തേണ്ടി വരും. കാരണം നമ്മൾ ഓൾറെഡി വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ധനസ്ഥിതി, ആ സ്ഥിതിയെ എങ്ങനെയാണ് നോർമൽസിയിലേക്ക്, സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരേണ്ടത്, അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ നോർമൽസിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും എന്നൊരു തീരുമാനം എടുക്കുന്നത് എങ്കിൽ അത് ഒരു പക്ഷേ ഉചിതം എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ അത് ഉചിതമായിട്ട് പറയാൻ പറ്റുകയില്ല. പക്ഷേ അങ്ങനെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് മാത്രം കൊടുക്കും അങ്ങനെയൊന്നുമുള്ള തരംതിരിവ് പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് എല്ലാവർക്കും എന്നുള്ളൊരു തീരുമാനം എടുത്തതാകാം. പക്ഷേ കൃത്യമായിട്ട് അതേപ്പറ്റി കൂടുതൽ പഠിച്ച് അതിൻ്റെ വരും വരായികകൾ മനസ്സിലാക്കി അത് ഖജനാവിനെ എങ്ങനെ ചോർത്തും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നിജസ്ഥിതി മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വിചാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കുമൊക്കെ ഉണ്ടാകേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരുണ്യ ലോട്ടറിയുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ. അത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി കൊണ്ടുവന്ന സ്കീമായിരുന്നു. അതിലേക്ക് വളരെ കൂടുതൽ ആൾക്കാർ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ, അതായത് വ്യക്തിപരമായിട്ട് പാവപ്പെട്ട ഇപ്പോൾ കിഡ്നി രോഗിയെ സഹായിക്കാൻ പോകുന്നത് വെച്ചാൽ 40 ലക്ഷം എന്നൊക്കെയായിരിക്കും പറയുന്നത്. അതിന് പറ്റില്ല. അപ്പോൾ 1000-ഓ 2000-ഓ 5000-ഓ ഒക്കെ കൊടുക്കാൻ പറ്റുന്നവർ അവരെങ്ങനെ കൊടുക്കും? അവർക്ക് അത്രയും പൈസയായിട്ട് കണ്ടുപിടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരക്കാർ ഈ പറയപ്പെട്ട കാരുണ്യ ലോട്ടറിയിലേക്ക് കൊടുക്കുമായിരുന്നു, ലോട്ടറി എടുക്കുമായിരുന്നു. അവർക്ക് ലോട്ടറിയിലുള്ള താല്പര്യം കൊണ്ടല്ല എടുക്കുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ലോട്ടറി എന്നതുകൊണ്ടാണ് കാരുണ്യ ലോട്ടറിയുടെ ടിക്കറ്റ് എടുക്കുമായിരുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു പാഠം ഉൾക്കൊള്ളത്തക്ക ഒരു എക്സാമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഒരു സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ ഒരു സുഹൃത്തും
ഒക്കെ ആയ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു മിസ്റ്റർ ജോർജ്, അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ടീച്ചറെ നമുക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഒരു റെക്കമെൻഡേഷൻ നടത്തിക്കൂടാ? കാരുണ്യ ലോട്ടറി പോലെ ഒരു ബസ് ലോട്ടറി, KSRTC ലോട്ടറി തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നഷ്ടമില്ലാതെ തന്നെ ഈ പദ്ധതി നടപ്പാക്കാനുള്ള വരുമാനം ആ വഴിയിൽ കണ്ടെത്താമല്ലോ എന്ന്. അപ്പോൾ ഞാനും ഓർത്തു, ശരിയാണത്. നമ്മൾ ക്രിസ്മസ് ലോട്ടറി ഉണ്ട്, ഓണം ലോട്ടറി ഉണ്ട്, ഓണം ബമ്പറുണ്ട്, വിഷു ബമ്പറുണ്ട്, അങ്ങനെ പലതരം ലോട്ടറി ഉണ്ട് നമുക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വനിതാ യാത്രക്കാർക്ക് വേണ്ടി ഒരു പ്രിയദർശിനി ലോട്ടറി തുടങ്ങിയാൽ വളരെ നല്ല വരുമാനം ആ ലോട്ടറി വഴി സമാഹരിക്കാൻ കഴിയുമെന്ന ഒരു തോന്നൽ എനിക്കുമുണ്ടായി. ഒന്നാമത് ആ പേരിൽ തന്നെ ഒരു ആകർഷകത്വമുണ്ട്. പ്രിയദർശിനിയുടെ പേര് അത് ആയതുകൊണ്ട് തന്നെ ഒരു ആകർഷകത്വം ആ പേരിനുണ്ട്. കാരണം പ്രിയദർശിനിയെപ്പറ്റി നല്ലവണ്ണം അറിയാവുന്നവർക്ക്, അതായത് പൊതുവെ അവരെപ്പറ്റി അറിയാവുന്നവർക്ക് 975 അടിയന്തരാവസ്ഥയെപ്പറ്റിയായിരിക്കും ഓർമ്മയിൽ വരിക. പക്ഷേ ആ അടിയന്തരാവസ്ഥ ശരിയായിട്ടും വേണ്ട ഒരു നടപടിയായിരുന്നില്ല. പക്ഷേ അതിനുശേഷം അവർ കൊണ്ടുവന്ന, ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഇന്ത്യയുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്കുള്ള ചുവടുവയ്പ്, അതിന് അവർ നടത്തിയ സംഭാവന, അല്ലെങ്കിൽ ഒന്നിടവിട്ട വർഷങ്ങളിൽ പട്ടിണി രാജ്യമായിരുന്നു ഇന്ത്യ. ആ ഇന്ത്യയാണ് ഇപ്പോൾ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലെത്തി വളരെ കൂടുതൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറെ ഒരുപാട് മാറ്റങ്ങൾ പ്രിയദർശിനി വഴി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഭക്ഷ്യ സ്വയം പര്യാപ്തത അതാണ് ഏറ്റവും പ്രധാനം. കാരണം അത് ഞാനിവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം, ഒരു വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിൽ ആ പട്ടിണിയുടെ മുഴുവൻ ഭാരവും ഏറ്റുവാങ്ങുന്നത് അവിടുത്തെ വനിതകളായിരിക്കും. അത് ഇന്ത്യൻ ഭവനങ്ങളിൽ മാത്രമല്ല, ലോകത്തെവിടെയും സാധാരണ. അതായത് ദാരിദ്ര്യമുണ്ടെങ്കിൽ ആ ദാരിദ്ര്യം മക്കളെയും ഭർത്താവിനെയും അറിയിക്കാതെ സ്വയം ഏറ്റുവാങ്ങുന്നവരാണ് സ്ത്രീകൾ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പ്രിയദർശിനി സ്ത്രീകൾക്ക് ഗുണകരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്തത് ആ ഭക്ഷ്യസുരക്ഷയിലേക്കുള്ള കാൽവയ്പ്പായിരുന്നു. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ മുഖ്യമന്ത്രി സ്ത്രീകളുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന മറ്റൊരു ചുവടുവയ്പ്പാണ് ഈ ട്രാൻസ്പോർട്ടിലെ സൗജന്യ യാത്ര. അതുകൊണ്ടാണ് ഞാൻ രണ്ടിനെയും കൂടി ലിങ്ക് ചെയ്തത്. അപ്പോൾ പ്രിയദർശിനി ലോട്ടറി എന്ന് പറഞ്ഞൊരു ലോട്ടറി കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അത് വളരെ സക്സസ്ഫുൾ ആയിരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ ലോട്ടറിയുടെ വരുമാനം ഇതിൻ്റെ ആവശ്യത്തിന് തികയും. പക്ഷേ അപ്പോൾ പോലും എല്ലാ ഇൻകംകാർക്കും സൗജന്യ യാത്ര നൽകുക എന്ന് പറഞ്ഞാൽ അത് ആവശ്യമുള്ള കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ലോട്ടറി, ഒരു പ്രിയദർശിനി ലോട്ടറി കൊണ്ടുവന്നാൽ വഴി, അതായത് ഈ സൗജന്യ യാത്ര വഴി ഖജനാവിലെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം, ഇതെല്ലാം നികത്താൻ പറ്റുന്ന ഒന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.